രാജ്യത്തെ ബാർക്ക് തട്ടിപ്പിൽ പോലീസ് കേസെടുത്തിരിക്കുന്നു എന്നുള്ളത് സുപ്രധാനമായിട്ടുള്ള വിവരമാണ് ഇപ്പോൾ പുറത്തുവരുന്നത്. കളമശ്ശേരി പോലീസാണ് ഇതിൽ കേസെടുത്തിരിക്കുന്നത്. 2 പ്രതികളാണ് ഇതിലുള്ളത്. ഒന്ന് റിപ്പോർട്ടർ ടിവിയുടെ ഉടമ, അതുപോലെ തന്നെ ഈ ബാർക്കിലെ ജീവനക്കാരനായിട്ടുള്ള പ്രേംനാഥ്. ഈ 2 പേർക്കെതിരെയാണ് കേസെടുത്തിരിക്കുന്നത്. ഇതിൽ 1-ാം പ്രതി പ്രേംനാഥാണ്. അതിലെ ബാർക്കിലെ ജീവനക്കാരനാണ് ഈ അട്ടിമറി നടത്തിയതിൽ മുന്നിലുള്ളത്. അതുകൊണ്ട് തന്നെ ഇയാൾ 1-ാം പ്രതിയായിട്ടാണ് ഇപ്പോൾ കേസെടുത്തിരിക്കുന്നത്. ഈ ഓപ്പറേഷൻ സത്യയിലൂടെ തന്നെ ഈ ബാർക്ക് റേറ്റിംഗിൽ സംഭവിച്ചിട്ടുള്ള വലിയ രീതിയിലുള്ള തിരിമറികൾ 24 പുറത്തുവിട്ടിരുന്നു. അതേ തുടർന്ന് ഇതിലെങ്ങനെയാണ് ഇതിലൊരു തട്ടിപ്പ് നടക്കുന്നത് എന്നുള്ളതും ഇതിൽ ബാർക്ക് ജീവനക്കാരനായിട്ടുള്ള പ്രേംനാഥ് ഏത് രീതിയിലാണ് അതിലൊരു റോൾ വഹിക്കുന്നത് എന്നുള്ളതും നമ്മൾ തെളിവ് സഹിതം പുറത്തേക്ക് വിട്ടതാണ്. ഇവരുടെ വാട്സപ്പ് ചാറ്റുകൾ ഇതിനോടകം തന്നെ പുറത്തുവിട്ടതാണ്. അതായത് ചാനൽ ഉടമയും ഈ പ്രേംനാഥും തമ്മിലുള്ള ഒരു ചാറ്റ് പുറത്തുവിട്ടിരുന്നു. അതിൽ 100 കോടിയുടെ വരെ ഇടപാടുകൾ നടക്കുന്നു. അതായത് ഈ തട്ടിപ്പ് നടത്തുന്നതിന് വേണ്ടി ഇത്ര വലിയ ഒരു തുകയുടെ അട്ടിമറി നടക്കുന്നു, ആ ഒരു തിരിമറി നടക്കുന്നു എന്നുള്ള വിവരം 24-ന്റെ ഓപ്പറേഷൻ സത്യയിലൂടെ വെളിവാക്കപ്പെട്ടു. അതേ തുടർന്ന് പരാതികൾ എത്തുന്നു. അങ്ങനെ DGPയുടെ നേതൃത്വത്തിൽ പ്രാഥമികമായ ഒരു അന്വേഷണം നടത്തിയതിന് ശേഷമാണ് ഇപ്പോൾ റിപ്പോർട്ടർ TV സ്ഥിതി ചെയ്യുന്ന കളമശ്ശേരി പോലീസ് സ്റ്റേഷൻ പരിധിയിൽ ഇതിൽ കേസെടുത്തിരിക്കുന്നത്. അതിൽ 2-ാമത്തെ പ്രതിയാണ് ഇപ്പോൾ റിപ്പോർട്ടർ TVയുടെ ഉടമ. 1-ാമത്തെ പ്രതി ഈ ബാർക്കിലെ ജീവനക്കാരനുമായിട്ടാണ് കേസെടുത്തിരിക്കുന്നത്. വഞ്ചനാ കുറ്റം, ഒപ്പം തന്നെ കൃത്രിമ രേഖ ചമയ്ക്കൽ എന്നീ വകുപ്പുകൾ പ്രകാരമാണ് പോലീസ് പ്രാഥമിക അന്വേഷണം നടത്തി കേസെടുത്തിരിക്കുന്നത്. അതായത് ഇങ്ങനെ ഒരു അട്ടിമറിയുണ്ട്, ഇങ്ങനൊരു അട്ടിമറി അതിൽ സംഭവിച്ചിരിക്കുന്നു എന്നുള്ളത് കേരള പോലീസിന്റെ പ്രാഥമികമായ അന്വേഷണത്തിൽ തന്നെ കണ്ടെത്തിയിരിക്കുന്നു എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യമുള്ളത്. അതായത് ഈ ബാർക്ക് റേറ്റിംഗിൽ ഒരു തട്ടിപ്പ് നടത്തി പരസ്യദാതാക്കളെ, അതിൻ്റെ കാഴ്ചക്കാരെ, മറ്റ് ചാനലുകളെ എല്ലാം തന്നെ വഞ്ചിച്ചു എന്നുള്ളതാണ് ഈ ഒരു കേസിന്റെ പ്രാഥമികമായിട്ട് തന്നെയുള്ള ഒരു അടിസ്ഥാനം. അതേ തുടർന്നിട്ടാണ് അതിൻ്റെ ഒരു അന്വേഷണമാണ് ഇപ്പോൾ കേരള പോലീസ് നടത്തുകയും ആ അന്വേഷണത്തിനൊടുവിൽ അതിൻ്റെ ഒരു പ്രാഥമിക വിവരം കണ്ടെത്തുകയും അതിൽ കേസെടുക്കുകയുമാണ് ഉണ്ടായിരിക്കുന്നത്. അതിൻ്റെ ഫർദർ പ്രൊസീജിയറുകൾ സ്വാഭാവികമായിട്ടും ഇനിയും ഉണ്ടാകും. ഇതൊരു വലിയ ശൃംഖലയാണ് എന്നുള്ളത് നമ്മുടെ ഓപ്പറേഷൻ സത്യയിൽ തന്നെ വെളിവാക്കപ്പെട്ടതാണ്. അത് പരസ്യദാതാക്കളെ അടക്കം വഞ്ചിക്കുക എന്നുള്ള കൃത്യമായ ഒരു ഉദ്ദേശത്തോടു കൂടി ബാർക്കിലെ ഒരു ജീവനക്കാരനെ കൂടി കൂട്ടുപിടിച്ചുകൊണ്ട് ഒരു വലിയ തട്ടിപ്പുണ്ടാക്കുന്നു. സ്വന്തം ചാനൽ മുന്നിലേക്ക് വരുത്തുന്നു എന്നുള്ളത് കാണിക്കുന്നതിന് വേണ്ടി ഇത്തരത്തിലുള്ള ഒരു തട്ടിപ്പ് ബാർക്കിൻ്റെ കൂടി സഹായത്തോടെ, ബാർക്കിലെ ജീവനക്കാരൻ്റെ സഹായത്തോടു കൂടി ചെയ്തു എന്നുള്ളതാണ്. അതുകൊണ്ട് തന്നെ ഇതിൽ വാർത്താ മന്ത്രാലയത്തിനടക്കം ഇതിൻ്റെ പരാതികൾ പോയതാണ്. ബാർക്ക് സിഇഒയ്ക്ക് പരാതികൾ പോയതാണ്. ഇതിൻ്റെയൊക്കെ ഒരു അന്വേഷണം നടക്കുന്ന അതേ ഘട്ടത്തിൽ തന്നെയാണ് കേരള പോലീസിൻ്റെ DGPക്ക് ലഭിച്ച ഒരു പരാതിയുടെ അടിസ്ഥാനത്തിൽ ഇപ്പോൾ അത് കേസെടുത്തിരിക്കുന്നത്. 2 പേർക്കെതിരെ കേസെടുത്തിരിക്കുന്നു. ഒന്ന് അതിൽ റിപ്പോർട്ടർ TVയുടെ ഉടമ, അതുപോലെ തന്നെ ബാർക്കിലെ ജീവനക്കാരൻ പ്രേംനാഥ് എന്നുള്ളവർക്കാണ്. ഈ പ്രേംനാഥിൻ്റെ അക്കൗണ്ടിലേക്ക് തന്നെ ക്രിപ്റ്റോ കറൻസി വഴി, അത് നമ്മൾ എടുത്തു പറയേണ്ടതാണ്, എങ്ങനെ ഇത്ര വലിയ ഒരു തുക അത് കൈമാറ്റം ചെയ്യപ്പെട്ടു എന്നുള്ളതൊക്കെ സ്വാഭാവികമായിട്ടും ഒരു സംശയം തോന്നേണ്ടതാണ്. ഇത് ക്രിപ്റ്റോ കറൻസി വഴിയാണ് ഇത്രയും വലിയ 100 കോടിയുടെ ഒരു ഇടപാട് നടന്നിരിക്കുന്നത്. ഇതിൽ കൂടുതൽ വലിയ ശൃംഖലകളുണ്ടോ, കൂടുതൽ വലിയ പരിധികളുണ്ടോ തുടങ്ങിയിട്ടുള്ള അന്വേഷണം സ്വാഭാവികമായി നടക്കേണ്ടതുണ്ട്. അതിൻ്റെ ആദ്യപടിയായിട്ടാണ് ഇപ്പോൾ കേരള പോലീസ് കേസെടുത്തിരിക്കുന്നത്. റിജിത്ത്, ബാർക്ക് ഡാറ്റ അട്ടിമറിക്കാൻ കേരളത്തിലെ ചാനലുടമയുടെ അക്കൗണ്ടിൽ നിന്ന് ബാർക്ക് ജീവനക്കാരൻ പ്രേംനാഥിന്റെ വാലറ്റിലേക്ക് കോടികളെത്തി എന്നുള്ള ഞെട്ടിക്കുന്ന വിവരമായിരുന്നു ഓപ്പറേഷൻ സത്യയിലൂടെ 24 പുറത്തുവിട്ടത്. ക്രിപ്റ്റോ കറൻസി USDT വഴിയാണ് ചാനലുടമ പണം കൈമാറ്റം ചെയ്തിരുന്നത്. അതിലാണ് ഇപ്പോൾ കേസെടുത്തിരിക്കുന്നത്. വാർത്താ ചാനലുകളുടെ റേറ്റിംഗ് നിശ്ചയിക്കുന്ന ബാർക്ക് ഡാറ്റ തട്ടിപ്പിൽ റിപ്പോർട്ടർ TV MD ആൻഡ്രോ അഗസ്റ്റിനെ 2-ാം പ്രതിയാക്കിക്കൊണ്ടാണ് കളമശ്ശേരി പോലീസ് കേസെടുത്തിരിക്കുന്നത്. ഇതിൽ പ്രധാനമായി പ്രവർത്തിച്ച ബാർക്ക് ജീവനക്കാരൻ പ്രേംനാഥിനെ 1-ാം പ്രതിയാക്കിക്കൊണ്ടാണ് ഇപ്പോൾ കേസ് വരുന്നത്. കൃത്രിമരേഖ ചമക്കൽ, അതുപോലെ വഞ്ചനാക്കുറ്റം എന്നിവ പ്രതികൾക്കെതിരെ ചുമത്തിയിട്ടുണ്ട്. ബാർക്ക് ഡാറ്റയിൽ തിരിമറി നടത്തി റിപ്പോർട്ടർ TVയെ മുന്നിലെത്തിക്കാൻ പ്രേംനാഥിന് ആൻഡ്രോ അഗസ്റ്റിൻ കോടികൾ കൈമാറി എന്നാണ് 24-ന്റെ ഓപ്പറേഷൻ സത്യയിൽ കണ്ടെത്തിയിരുന്നത്. അതിലാണിപ്പോൾ പോലീസ് കേസെടുക്കുന്ന നിലയിലേക്ക് കാര്യങ്ങൾ എത്തിയിരിക്കുന്നത്. ക്രിപ്റ്റോ കറൻസി വഴിയും ഇടപാടുകൾ നടന്നു എന്ന് കണ്ടെത്തിയിട്ടുണ്ട് എന്ന് മനസ്സിലാക്കുന്നു. തട്ടിപ്പിനെ കുറിച്ച് വിശദമായ അന്വേഷണം വേണമെന്ന് കേന്ദ്ര വാർത്താ വിതരണ പ്രക്ഷേപണ മന്ത്രാലയത്തോട് വാർത്താ ചാനലുകളുടെ സംഘടനയായ ന്യൂസ് ബ്രോഡ്കാസ്റ്റേഴ്സ് ഫെഡറേഷൻ ആവശ്യപ്പെട്ടിട്ടുണ്ട്. കേരളത്തിൽ മാത്രമല്ല ഇതര സംസ്ഥാനങ്ങളിലും സമാനമായ തട്ടിപ്പുകൾ നടക്കുന്നു എന്നതിന്റെ തെളിവാണ് പ്രേംനാഥിന്റെ ട്രസ്റ്റ് വാലറ്റിലേക്ക് ഒഴുകിയെത്തിയ കോടികൾ എന്നാണ് മനസ്സിലാക്കുന്നത്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.